എവരിഡേ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. ടുഡേ വി ക്യാൻ ഹിയർ എ ഗോഡ്സ് വോയിസ്. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എഫേസ്യർ 4:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമായി ജീവിക്കുവിൻ. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ സ്നേഹത്തിൽ അന്യോന്യം ക്ഷമിക്കുവിൻ. ആത്മാവിൽ ഐക്യത സമാധാന ബന്ധത്തിൽ സംരക്ഷിക്കുവാൻ ജാഗ്രതയോടിരിക്കുവിൻ. നിങ്ങളുടെ വിളിയുടെ ഏക പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ നിങ്ങൾ ഏക ശരീരവും ഏക ആത്മാവും ഉള്ളവരായിരിക്കണം. ദൈവത്തിൻ്റെ സഭയുടെ കൂടെ ചേർന്ന് വളരുന്നവരായി മാറുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവസഭയോട് ചേർന്ന്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റിനോട് ചേർന്ന് ആയിരിക്കുന്നവർ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ വളരണം, എങ്ങനെ ആയിരിക്കണമെന്ന് തിരുവചനം പറയുന്നത് പരസ്പര സ്നേഹത്തോടെ ഐക്യതയിൽ ജീവിക്കണം. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമായി ജീവിക്കുവാൻ, എന്നെയും നിങ്ങളെയും രക്ഷിക്കപ്പെട്ട ഒരു ദൈവവയലിനെ വിളിച്ചിരിക്കുന്ന ഒരു വിശുദ്ധ വിളിയാൽ വിളിച്ചിരിക്കുക. ആ വിളിയാൽ ദൈവം ഒരു യോഗ്യത തന്നിട്ടുണ്ട്. ആ വിളിക്ക്, ആ യോഗ്യതയിൽ തന്നെ ആയിരിക്കണം നമ്മുടെ ജീവിതം. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമായി ജീവിപ്പീൻ. ഇന്ന് ആ യോഗ്യത നഷ്ടപ്പെട്ടു പോകാതെ, ദൈവത്തിൻ്റെ ആ വിശുദ്ധ വിളിയുടെ യോഗ്യത നഷ്ടപ്പെട്ടു പോകാതെ ദൈവസഭയോട് ചേർന്ന് ആ ബോഡി ഓഫ് ക്രൈസ്റ്റിൽ നിന്നോണ്ട് അതിനകത്ത് ജീവിക്കുവാൻ, അതിനകത്തായിത്തീരുവാൻ ഐക്യതയോടും സ്നേഹത്തോടും ക്ഷമയോടും സഹിഷ്ണുതയോടും നിലനിൽക്കുവാൻ, ഒരേ ആത്മാവിൽ നിൽക്കുവാൻ ദൈവം ഓരോരുത്തരെയും ഇടയാകട്ടെ. സ്തോത്രം. അതിൻ്റെ 4 പറയുന്നു, നിങ്ങളുടെ വിളിയുടെ ഏക പ്രത്യാശയിൽ, നിങ്ങളുടെ വിളിയുടെ ഏക പ്രത്യാശയിൽ ഒരു പ്രത്യാശയുള്ളൂ, ഏക പ്രത്യാശ, ക്രിസ്തുവിലുള്ള പ്രത്യാശ. ഏക പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതിരിക്കുന്നത് പോലെ നിങ്ങൾ ഏക ശരീരവും ഒരു ശരീരവും ഒരേ ആത്മാവും ഉള്ളവരായിരിക്കുവിൻ. ഏക ശരീരവും ഏക ആത്മാവും ഉള്ളവരായിരിപ്പീൻ. ഹല്ലേലൂയ. ഒരേ പരിശുദ്ധാത്മാവിൻ്റെ ഹിതമനുസരിച്ച് ഒരേ ആത്മാവിൻ്റെ അതേ ശൈലിയിൽ ജീവിപ്പാൻ, പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടമനുസരിച്ച് നീങ്ങുവാൻ, മനഃപൂർവ്വമായി ക്ഷമിക്കേണ്ടിടത്ത് മനഃപൂർവ്വമായി ക്ഷമിക്കണം. ഹല്ലേലൂയ. വളരെ കഷ്ടം തോന്നും ചിലവരുടെ ജീവിതത്തിൽ. ക്ഷമിക്കാൻ വചനം അറിയാവുന്നവർ, വചനം പഠിപ്പിക്കുന്നവർ ക്ഷമിക്കാൻ അറിയാവുന്നിട്ടും ക്ഷമിക്കാൻ തയ്യാറാകാതെ മാറി നിൽക്കുന്നവരുണ്ട്. പഠിപ്പിക്കുന്നവർക്ക് ഇരട്ടിയാണ് ദൈവത്തിൽ നിന്ന് ശിക്ഷ വരുന്നത്. ഉപദേശിക്കുന്നവർ തെറ്റ് കാണിക്കുമ്പോൾ അവർക്ക് ഇരട്ടിയ ശിക്ഷ. ഹല്ലേലൂയ. അതുകൊണ്ട് ക്ഷമിക്കേണ്ടിയിടത്ത് ക്ഷമിക്കുവാനും, പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളില്ല, സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു വിഷയവും ദൈവത്തിൻ്റെ കോർട്ടിലില്ല, ദൈവത്തിൻ്റെ സ്ഥലത്ത് ഇല്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത്, എൻ്റെ സിംഹാസനത്തിലേക്ക്, എൻ്റെ സ്തോത്രം ആയിരിക്കുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് കയറി വരുവാൻ. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, ബോൾഡ്ലി യു ക്യാൻ കം ടു ദ ത്രോൺ ഓഫ് ഗ്രേസ്. ഇറ്റ് ഈസ് ഓപ്പൺ ബിഫോർ എവ്രി വൺ. എല്ലാവർക്കും വേണ്ടിയും തുറന്നിട്ടിരിക്കുക. ധൈര്യത്തോടെ കയറി വരാം. കുറ്റപ്പെടുത്തുന്ന ആരും കാണത്തില്ല, നിങ്ങൾക്ക് ക്ഷമ തരാത്ത ആരും കാണത്തില്ല. ദൈവം അവിടെ ക്ഷമിക്കും. ദൈവം നമ്മളെ പോറ്റി പുലർത്തുന്ന ദൈവം നമുക്ക് വേണ്ടി വാതിലുകൾ തുറന്നിട്ടിരിക്കുക. ആര് ദൈവത്തെ യേശുവിനെ വിളിക്കുന്നു, അവൻ്റെ ഹൃദയത്തിനകത്തേക്ക് കയറി വന്ന് അവനോട് ക്ഷമിച്ച്
പുറത്ത് ആമേൻ സ്തോത്രം അതിനൊരു പരിഹാരം വരുത്തി നമ്മളെ ജയഘോഷമായി നടത്തുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ സഭയോട് ചേർന്ന് നടക്കുവാൻ, ആ ബോഡി ഓഫ് ക്രൈസ്റ്റുമായിട്ടും ചേർന്ന് നടക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം ഇടയാക്കട്ടെ എന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല ദൈവമേ, പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേട്ടോണ്ടിരുന്ന വിശ്വാസികൾ, ദൈവദാസന്മാരെ എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലെറ്റ് ദം വാക്ക് ഇൻ ദ യൂണിറ്റി. കർത്താവെ, ഐക്യതയിൽ നടക്കട്ടെ. ആത്മാവിൻ്റെ ഐക്യതയിലും ആത്മാവിൻ്റെ ആമേൻ ആ വിളിക്കകത്തും എല്ലാം നടക്കുവാൻ ഇവരെ ഓരോരുത്തരെയും സഹായിക്കണേ. സഹിഷ്ണുത, ക്ഷമ, ദീർഘക്ഷമ, ആമേൻ എല്ലാം ഇവരുടെ ജീവിതത്തിലെല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാപുത്ര പരിശുദ്ധനാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ നൈസ് ഡേ.